പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള രൂക്ഷമായ തർക്കത്തിൽ നിന്ന് ഇലോൺ മസ്ക് പിന്മാറി. തന്റെ ഒരു കാലത്തെ സഖ്യകക്ഷിയെക്കുറിച്ചുള്ള ചില പോസ്റ്റുകളിൽ ഖേദമുണ്ടെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. അവ അതിരുകടന്നുപോയി എന്നും മസ്ക് പറഞ്ഞു. ട്രംപുമായുള്ള മസ്കിന്റെ വേർപിരിയൽ വൈറ്റ് ഹൌസിലെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന് അന്ത്യം കുറിക്കുകയും അദ്ദേഹത്തിന്റെ ചില കമ്പനികളിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു. ഒരു പ്രധാന ഗവൺമെന്റ് കോൺട്രാക്ടർ എന്ന നിലയിൽ മസ്കിന്റെ ബിസിനസ്സുകൾ പ്രതികാര നടപടികൾക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. കൂടാതെ മസ്കിന്റെ കരാറുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഇതിനകം ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. കുപ്രസിദ്ധ പീഡോഫൈലായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള പ്രസിഡന്റിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് തെളിവില്ലാതെ അവകാശപ്പെട്ട ഒരു പോസ്റ്റ് മസ്ക് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ചെലവ് ബില്ലിനെ അറപ്പ് എന്ന് വിളിക്കുകയും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഖ്യാതി അവകാശപ്പെടുകയും ചെയ്ത മറ്റു പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. തങ്ങളുടെ ബന്ധം നന്നാക്കാൻ ആഗ്രഹമില്ലെന്ന് ട്രംപ് NBCയോട് പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകളെ സഹായിക്കാൻ ശ്രമിച്ചാൽ മസ്കിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.